ഹായ് ഗൈസ്, ഇന്ന് ചോറിനൊരു പച്ചടി തയ്യാറാക്കിയാലോ? എളുപ്പത്തിൽ ഏത് പച്ചടി തയ്യാറാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ബിലുമ്പിയുടെ കാര്യം ഓർമ്മ വന്നത്. ചിലയിടങ്ങളിൽ ബിലുമ്പിക്ക, ഇലുമ്പിക്ക എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കഷ്ണമൊന്നും വേവിക്കുകയൊന്നും വേണ്ട, തൈരിൻ്റെയോ ആവശ്യമില്ല. ബിലുമ്പി പച്ചടി എങ്ങനെ തയ്യാറാക്കുമെന്ന് നമുക്ക് നോക്കാം. പച്ചടി തയ്യാറാക്കാനായിട്ട് 9ഓളം ബിലുമ്പി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി മുറിച്ചിട്ട് അതിലേക്ക് നമുക്ക് അരച്ച തേങ്ങ, അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. മുറിച്ചിട്ട് ബിലുമ്പിയിലേക്ക് അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. കടുക് ചതച്ചത് അതുകൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വറുത്തിടാൻ വേണ്ടിയിട്ട് പച്ചമുളക് മുറിച്ചത്, പിന്നെ കറിവേപ്പില, കടുക് പൊട്ടിച്ചതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കായമുളകും കൂടിയിട്ട് നന്നായി താളിച്ചിട്ട് ഇതിലേക്ക് പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബിലുമ്പി പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായം രേഖപ്പെടുത്തുകയും വേണം.